വെൽക്കം ടു വൺസ്. നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ KTU 2019 സ്കീം പ്രകാരമുള്ള സിവിൽ എഞ്ചിനീയറിംഗിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോർഷൻ്റെ സബ്ജക്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്, കാണാത്തവർ അത് കാണുക. ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ക്വസ്റ്റ്യൻ. നമുക്ക് മൊഡ്യൂൾ 4 എല്ലാ മൊഡ്യൂളും നമുക്ക് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റിനും പിന്നെ ഒരു 14 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റിനുമാണ്. ആ എസ്സേ ക്വസ്റ്റിൻ നമുക്ക് ചോയ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ 3 മാർക്കിൻ്റെ ക്വസ്റ്റിൻ ഫസ്റ്റ് നോക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ കോണിംഗ് ഓഫ് വീൽസ് ആണ്. കോണിംഗ് ഓഫ് വീൽസ്. പിന്നെ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റിൻ എന്താണ്? ഡ്രോ നീഡ് സ്കെച്ച് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് ടണൽസ് ആൻഡ് ദെയർ സ്യൂട്ടബിലിറ്റി ഫോർ റെയിൽവേ ആണ്. ഓക്കെ അല്ലേ? സോ ആദ്യം നമുക്ക് കോണിംഗ് ഓഫ് വീൽ എന്ന് പറയുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റിലേക്ക് കിടക്കാം. എന്താണ് കോണിംഗ് ഓഫ് ദ വീൽ? യെസ്, നമ്മൾ വീൽ എന്തായിരിക്കില്ല, കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും? ചെറിയൊരു ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലേ? ഈ ഫിഗറിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ഇൻ ദിസ് ഫിഗർ അല്ലേ, കോണിംഗ് ഓഫ് ദ വീൽ മീൻസ്, നോക്കിയേ, ലെറ്റ്സ് ഡ്രോ ഇൻ റെഡ് കളർ. എന്താണ് നമ്മൾ ഈ ഒരു പോർഷൻ എന്താണ്? കോണ്ടാണ് അല്ലേ? സോ ഇത്രയും കോണ്ടാണ്. അല്ലാതെ വീല് നമ്മളെ അല്ലെ സാധാരണ വണ്ടികളുടെ വെഹിക്കിൾ പോലെയുള്ള വീലിൽ അല്ല എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? നമുക്ക് ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ സെയിം അല്ല ഉണ്ടാവാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഇന്നർ ഡയമീറ്റർ കൂടുതലാണ്, ഔട്ടറിലേക്ക് ഡയമീറ്റർ എന്താവും? ഇങ്ങനെ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ടേംഡ് ആസ് കോണിംഗ് ഓഫ് ദ വീൽ ആണ്. എത്രയാണ്? 1/20 നമ്മൾ കോണിംഗ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എന്തിനാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് അല്ലേ? ആൻഡ് കർവ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം എന്താണ് കോണിംഗ് ഓഫ് ദ വീൽ? ദ ഫ്ലാഞ്ചസ് ഓഫ് വീൽ ഈസ് നെവർ മെയ്ഡ് ഫ്ലാറ്റ് ബട്ട് ദേ ആർ ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ വിത്ത് എ സ്ലോപ്പ് ഓഫ് 1/20. ഈ 1/20 എന്ന് പറയുന്ന ടേം, 1/20 എന്ന് പറയുന്ന വാല്യൂ നിർബന്ധമായിട്ടുണ്ടാവണം കോണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ. അതില്ലെങ്കിൽ മാർക്കില്ല. ഓക്കെ, 1/20 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ദ കോണിംഗ് ഓഫ് ദ വീൽ ഈസ് മെയിൻലി ഡൺ ടു മെയിൻറ്റെയിൻ ദ വെഹിക്കിൾ ഇൻ ദ സെൻട്രൽ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക് ആണ്. ഓക്കെ അല്ലേ? യെസ്, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, നിങ്ങൾ നോക്കിയ ഒരേ ഫ്ലാറ്റ് ആണെങ്കിൽ അഥവാ നമ്മുടെ ട്രെയിനിൻ്റെ വീൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് കോണിംഗ്, ഈ ഒരു ഇൻക്ലിനേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ട്, അതിന് വെയിറ്റ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എന്താണ്, ഈ വീല് രണ്ടും എന്തായിരിക്കും? യെസ്, ഓൾമോസ്റ്റ് ഇൻ ദ സെൻട്രൽ പൊസിഷനിലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക് ആണ്. ഓക്കെ അല്ലേ? അതേപോലെ മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? It helps to reduce wear and tear of the wheel flanges and rails, which is due to the rubbing action of the flanges, yes, with inside face of the rail ആണ്. എന്താണ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കിയേ, ഇതാണ് വീല്. ഈ വീലിൽ എന്തുണ്ട്? ഫ്രണ്ട് പോർഷനിൽ ഇത്തരത്തിൽ വെയിറ്റ്, ഇതല്ലല്ലോ വീല്, നമ്മുടെ വീൽ ഇതല്ലേ? സോ ഈ ഫ്ലാഞ്ചസ്, ഇതിനെയാണ് നമ്മൾ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പോർഷൻ കൂടി അവൈലബിൾ ആണ്. സോ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫ്ലാഞ്ചസ് ഓഫ് ദ വീൽ, അല്ലെങ്കിൽ ഫ്ലാഞ്ച് ഓഫ് ദ വീൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ടു പ്രൊവൈഡ് പോസിബിലിറ്റി ഓഫ് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ദ ആക്സിൽ വിത്ത് ഇറ്റ്സ് വീലാണ്. നമുക്ക് ഈ വീലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടി വരും? മൂവ് ചെയ്യേണ്ടി വരും. നമുക്ക് മൂവ് ചെയ്യേണ്ടി വരില്ല വൈൽ നെഗോഷിയേറ്റിംഗ് എ കർവ് അല്ലെ? നിങ്ങൾ നോക്കിയാൽ ഈ വരച്ചിരിക്കുന്ന ഒരു കർവ് ആണ് അല്ലെ? ഇങ്ങനെ ഒരു കർവ് അല്ലേ ഇത് കാണിച്ചിരിക്കുന്നത്? സോ ദിസ് ഇസ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ കർവ് അല്ലെ? അതിന്റെ ടെക്നിക്കൽ പോർഷൻ നമുക്കറിയാം, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ ഔട്ടർ സൈഡ് ഓഫ് ദ കർവിൽ പുറത്തേക്ക് എന്തുണ്ടാവുമോ? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇസിന്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇതാണ് കർവിന്റെ ഔട്ടർ സൈഡ്, ഇതാണ് കർവിന്റെ ഇന്നർ സൈഡ്. സോ ഔട്ടർ സൈഡിൽ ലെങ്ത് കൂടുതലായിരിക്കില്ലേ? ഔട്ടർ സൈഡിലെ ലെങ്ത് എന്തായിരിക്കും? മോർ ദാൻ ആയിരിക്കും ഇന്നർ സൈഡിലെ ലെങ്ത്. സോ മോർ ഡിസ്റ്റൻസ് ഹാസ് ടു ബി കവേർഡ് ഓൺ ദ ഔട്ടർ സൈഡ് അല്ലെ? കർവ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ സൈഡിലായിരിക്കും നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് എന്താണ് കവർ ചെയ്യേണ്ടി വരിക ആസ് കമ്പയർ ടു ദ ഇന്നർ പോർഷൻ. അതുകൊണ്ട് തന്നെ ലാർജർ ഡയമീറ്റർ ആയിരിക്കണം ഇവിടെ ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ എന്തായിരിക്കും? ഒരു ചെറിയ ഡയമീറ്റർ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്? ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ദ വീൽ ഈസ് പോസിബിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദിസ് കോണിംഗ്. ആൻഡ് ടു പ്രിവെന്റ് ദ വീൽസ് സ്ലിപ്പ് ഫ്രം അല്ലെ? ടു പ്രിവെന്റ് ദ വീൽ ഫ്രം സ്ലിപ്പിംഗ് ടു സം എക്സ്റ്റെന്റ് ആണ്. സോ വീലിന്റെ സ്ലിപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റുകൾ എഴുതുക, ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ദിസ് ഫിഗർ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. Question number 8. Draw neat sketches of different shape of tunnel. Different shape of tunnelന്റെ sketch വരയ്ക്കുക. And their suitability ആണ് ചോദിച്ചിരിക്കുന്നത്. Different shape of tunnel ആണ്. ഓക്കെ, റെയിൽവേ എഞ്ചിനീയറിംഗിൽ പ്രിഫർ ചെയ്യുന്ന ടണൽസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മാർക്കിന്. ഫസ്റ്റ് വൺ ഏതാണോ? പോളിസെൻട്രിക് ഷേപ്പ് ടണൽസ് ആണ് അല്ലെ? അതിന്റെ പ്രാക്ടിക്കൽ ഫിഗർ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നോക്കിയാൽ ഇങ്ങനെയാണ് ഷേപ്പ്. സോ എന്താണ്? നോക്കിയാൽ അത് വായിച്ചു നോക്കിയാൽ, ദിസ് sort of tunnel shape has a number of centers and provides a sufficient flat base
സോ ബേസ് എന്താണ് ഫ്ലാറ്റ് ആണ് ഫോർ ട്രാഫിക് മൂവ്മെന്റ്. ഓക്കെ അല്ലേ? സോ ഫ്ലാറ്റ് ബേസ് ആയിരിക്കും. ഈ ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതിന്റെ ഡയഗ്രമാറ്റിക് ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ഈ സ്കെച്ചാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. സോ ഏകദേശം ഒരു റഫിൽ ഫിഗർ വരയ്ക്കുക. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റോഡ് ആൻഡ് റെയിൽവേ ട്രാഫിക്. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രഷർ ഫ്രം ദർ ആർച്ച് ഷേപ്പ് അല്ലെ? ഈ ആർച്ച് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആക്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് യൂണിഫോം ആയിട്ടായിരിക്കും വരുന്നത്, ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി അല്ലെ? സോ എയറിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും പിന്നെ ലോഡ് പ്രഷറും എല്ലാം എന്താണ്? യൂണിഫോം ആണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? എല്ലാ പോയിന്റ് എഴുതുക, ഇത്രയും പോയിന്റ് എഴുതി ഫിഗർ വരച്ച് 1, 2, 3 പോയിന്റുകൾ എഴുതുമ്പോഴാണ് നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് കിട്ടുന്നത്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദീസ് ടണൽ ഈസ് ഡിഫിക്കൾട്ട്. ലൈനിങ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ടണൽ ഈസ് ഓൾസോ ഡിഫിക്കൾട്ട്. അതായത് കൺസ്ട്രക്ഷനും അതിന്റെ ഫിനിഷിങ്ങും അതായത് ലൈനിങ് ഒക്കെ എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മൾ വരയ്ക്കുന്ന സ്കെച്ച്. ഓക്കെ, യെസ്, ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സ്കെച്ച്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബോത്ത് റോഡ് ആൻഡ് റെയിൽവേ. നെക്സ്റ്റ് ഡി സെക്ഷൻ ആണ് രണ്ടാമത്തത്. നമുക്ക് 3 ടൈപ്പാണ് പറയേണ്ടത്, ഓരോന്നിനും ഓരോ മാർക്കാണ്, സ്കെച്ചും 2 പോയിന്റ്സും. സോ ഡി ടൈപ്പാണ്. നോക്കിയാൽ പക്ക ഡി ആണ് അല്ലേ? സോ നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെയല്ലേ? ഡി എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെയല്ലേ? യെസ്. എന്താണ്? സെഗ്മെന്റൽ ടണൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ട്രാഫിക് ടണൽസ്. അതാണ് പോയിന്റ്. ട്രാഫിക് ടണൽസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഡി സെക്ഷൻ ഓർ സെഗ്മെന്റൽ ടണൽ. ഇറ്റ് ഈസ് എ സെക്ഷൻ വിത്ത് ആർച്ച്ഡ് റൂഫ് ആൻഡ് സ്ട്രേറ്റ് സൈഡ് ആണ്. ഓൾമോസ്റ്റ് സ്ട്രേറ്റ് സൈഡ് ആണ്. സൈഡ് ഇവിടെ എത്തുമ്പോൾ എന്താണ്? സൈഡ് എന്താവും? സ്ട്രേറ്റ് ആവും. ഓക്കെ അല്ലേ? സോ ഡി എന്ന് എഴുതുന്നത് ഇവിടെ ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ ഡി എന്ന് എഴുതുക? യെസ്. സൈഡുകൾ സ്ട്രേറ്റ് ആണ്. ദീസ് ആർ ജനറലി യൂസ്ഡ് ഫോർ സബ്വേ ആൻഡ് നാവിഗേഷൻ ടണലാണ്. അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് മോർ സ്യൂട്ടഡ് ഫോർ റോക്ക് ടണൽസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു റെസിസ്റ്റ് എക്സ്റ്റേണൽ ലോഡ് ഡ്യൂ ടു ദെയർ ആർച്ച് ഷേപ്ഡ് റൂഫ്. അതെല്ലാത്തിനുള്ളതാണ്. ഇറ്റ് ഹാസ് ഫ്ലാറ്റ് ഫ്ലോർ വിച്ച് ഹെൽപ്ഫുൾ ഡ്യൂറിംഗ് ദ ഡ്രൈവിംഗ് ആൻഡ് മൂവിംഗ് എനി എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ അല്ലേ? സോ ഡി സെക്ഷന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. യെസ്, ഈ ഒരു സെക്ഷൻ നമ്മൾ കുറച്ചൊരു ഇൻക്ലൈൻഡ് ആയിരിക്കും. പിന്നെ എങ്ങനെ കാണിക്കണം? ദിസ് ഈസ് ദ ഡയമീറ്റർ ടു ബി കൺസിഡേർഡ്. ഓക്കെ അല്ലേ? ആൻഡ് ഈ 1/24 എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്ലോപ്പും കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടി എളുപ്പമായിരിക്കും. സോ ഇതാണ് ഡി സെക്ഷന്റെ നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ്. ക്ലിയർലി? സ്കീമാറ്റിക് പ്രഷർ നമ്മുടെ ടെക്സ്റ്റിലെ ഫിഗർ ആണത്. യെസ്. തേർഡ് വൺ ഹോസ് ഷൂ ടൈപ്പ് ടണൽ ആണ്. തേർഡ് വൺ ആണ് മൂന്നാമത്തത്. ഹോസ് ഷൂ ടൈപ്പ് ടണൽ. ഹോസ് ഷൂ ടൈപ്പ് ടണൽ ഷേപ്പ് ഈസ് എ കമ്പൈൻഡ് ഷേപ്പ് ഓഫ് ആർച്ചസ് ആൻഡ് സർക്കുലർ. അങ്ങനെ എഴുതണം. ആർച്ചിന്റെയും സർക്കുലാറിന്റെയും കോമ്പിനേഷൻ ആണ് ഹോസ് ഷൂ. വെൻ ലൈൻഡ് ഇറ്റ് ഗിവ്സ് റെസിസ്റ്റൻസ് ടു എക്സ്റ്റേണൽ ഗ്രൗണ്ട് പ്രഷർ. പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എന്തുണ്ട്? ലോഡ് എടുക്കാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ടണൽ ഷേപ്ഡ് ക്വൈറ്റ് പ്രോപ്പർലി. യെസ്, ഫോർ സോഫ്റ്റ് റോക്ക് ആണ് ആൻഡ് യൂസ്ഡ് ഇൻ ഹൈവേ ആൻഡ് റെയിൽവേ ടണൽസ്. ഓക്കെ അല്ലേ? നിങ്ങൾ വരയ്ക്കേണ്ടതാണ് ടോപ്പ് താഴെ എന്താണ്? ഫ്ലാറ്റ് അല്ല, താഴെയും കുറച്ചുകൂടിയും ആർച്ച്ഡ് ആണ്. യെസ്, ഓൾമോസ്റ്റ് സർക്കിളിന്റെയും ഇതെന്താണ്? യെസ്, ആർച്ചിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, താഴത്തെ പോർഷൻ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് ആർച്ചാക്കി വരയ്ക്കണം. ഫസ്റ്റ് വന്ന് പക്ക ഫ്ലാറ്റ് ആണ് അല്ലെ? ഫസ്റ്റ് ഫിഗറിൽ എന്താ ചേഞ്ച് വരുന്നത്? ഇത് പക്ക ഫ്ലാറ്റ് ആണ്, പിന്നെ ആർച്ച്ഡ് ആണ്. ഇവിടെ എന്താ ചേഞ്ച് വരുന്നത്? ദർ ഈസ് സം ഇൻക്ലിനേഷൻ ഇൻ ദ ഡി. ഓക്കെ, യെസ്, ഇവിടെ എന്താണ്? കുറച്ച് എന്താണ്? എന്താണ്? കർവ്ഡ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് പാർട്ട് എയിലെ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പാർട്ട് എയിലെ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പാർട്ട് ബിയിലേക്ക് കിടക്കാം നമുക്ക്. പാർട്ട് ബിയിലെ ചോയ്സ് നമ്പർ 1 ആണ്. 14 മാർക്കിന്റെ ഒന്നാമത്തെ എസ്സേ ആണ്. ഓക്കെ, ഡ്രോ എ സ്കെച്ച് ഓഫ് റെയിൽവേ ട്രാക്ക് ആൻഡ് മാർക്ക് ദ കമ്പോണൻസ്. സോ സ്കെച്ച് വരയ്ക്കണം റെയിൽവേ ട്രാക്കിന്റെ. ലിസ്റ്റ് ഔട്ട് ദ ഫംഗ്ഷൻ ആൻഡ് റിക്വയർമെന്റ് ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക്. ഓക്കെ അല്ലേ? 8 മാർക്കാണ്. സോ അത്യാവശ്യം കൂടുതൽ നമ്മൾ എഴുതേണ്ടി വരും. എല്ലാ എഴുതുന്നതും പോയിന്റ് ആക്കിയാണ് എഴുതേണ്ടത്. ആദ്യം നമുക്ക് അതിന് എന്ത് വരയ്ക്കാം? ക്രോസ് സെക്ഷൻ വരയ്ക്കാം. നമുക്കറിയാം അല്ലെ? റെയിൽവേ ട്രാക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് റെയിൽസ്. ഇതിൽ എന്തുണ്ടാവും? നമുക്ക് ഒരുപാട് സ്ലീപ്പേഴ്സ് അവൈലബിൾ ആണ് അല്ലെ? സ്ലീപ്പേഴ്സ് അവൈലബിൾ ആണ്. ഈ സ്ലീപ്പേഴ്സിന്റെ എല്ലാം നടുക്ക് നമുക്ക് എന്ത് അവൈലബിൾ ആണ്? യെസ്, ഇതല്ല അതിന്റെ ഫിഗർ, ഇത് റഫ് ഫിഗർ ആണ് അല്ലെ? ഇതാണ് അതിന്റെ എന്ത്? ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ലേ കാണുക? ദിസ് ഇസ് എ ടോപ്പ് വ്യൂ ആണ്. സോ വളരെ നീറ്റായിട്ട് ടോപ്പ് വ്യൂ വരച്ചുക. ഇതാണ് അതിന്റെ റെയിൽ. മാർക്ക് ചെയ്യുക കാര്യങ്ങൾ. ദിസ് ഈസ് ദ റെയിൽ. പിന്നെ എന്ത് മാർക്ക് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പേഴ്സ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്രോക്കൺ സ്റ്റോൺ ആണ് ഇതൊക്കെ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ദിസ് ഈസ് ദ ബല്ലാസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ടേക്കിംഗ് ക്രോസ് സെക്ഷൻ XX. എന്നിട്ട് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് യെസ് സൂം ചെയ്ത് വരയ്ക്കുകയാണ്. ഈസൺ ഇറ്റ്? സോ എങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ വരിക? ഏറ്റവും അടിയിൽ നമുക്ക് കാണപ്പെടുന്നത് സബ്ഗ്രേഡ് ആണ് അല്ലേ? യെസ്, സോയിൽ സബ്ഗ്രേഡ് ആണ്. അതിന് നമ്മൾ എന്തും പറയാറുണ്ട്? ദിസ് ഈസ് ദ സബ്ഗ്രേഡ്. ഇത് നമ്മൾ റോഡ് ഫോർമേഷൻ അല്ലെ? ഫോർമേഷൻ എന്ന് പറയും. ഫോർമേഷൻ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സബ്ഗ്രേഡ് എന്ന് പറയും അല്ലെ? സബ്ഗ്രേഡ് എന്ന് പറയും. നമ്മൾ ക്രോസ് സെക്ഷൻ വരച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുക. ആൻഡ് അതിന്റെ സ്ലോപ്പ് എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് 2:1 ആണ്. ഈ സാധനം മാർക്ക് ചെയ്യണം.
ഈ സാധനം മാർക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഇതിന് മുകളിലായിട്ട് നമുക്ക് ബല്ലാസ്റ്റ് കാണാം അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ ഇൻ എ ട്രപ്പിസോഡൽ മാനർ ആണ്. ഈ ബല്ലാസ്റ്റിനകത്താണ് നമുക്ക് എന്ത് കാണുന്നത്? യെസ്, വി വിൽ ബി ഏബിൾ ടു സീ സ്ലീപ്പേഴ്സ്. സോ ഇതെന്താണ്? സ്ലീപ്പേഴ്സ് ആണ്. പണ്ടെല്ലാം എന്തായിരുന്നു? വുഡൻ സ്ലീപ്പേഴ്സ് ആണ്. ഇപ്പോൾ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻസിൽ ഫുള്ള് നമുക്ക് എന്ത് നിറയ്ക്കാം? ബല്ലാസ്റ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? നല്ല ടൈറ്റ് പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബല്ലാസ്റ്റ് ഇത് വരയ്ക്കാനാണ് പറയുന്നത്. സോ ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഓക്കെ, 1-2 തവണ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ബല്ലാസ്റ്റ് അല്ലേ? ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. ഓഫ് 40 mm ആണ്. വലിയ വലിയ കല്ലുകളാണ്. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എന്ത് വെക്കും? ഇതിന്റെ മുകളിലാണ് നമുക്ക് എന്തുള്ളത്? യെസ്, റെയിൽവേ ആണ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ? ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഈ വരച്ചിരിക്കുന്നതാണ് എന്ത്? ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ. ഇത്രയുമാണ് പോർഷൻസ്. സോ സബ്ഗ്രേഡ്, ബല്ലാസ്റ്റ്, സ്ലീപ്പേഴ്സ് ആൻഡ് ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? നമ്മുടെ റെയിലാണ്. ആൻഡ് റെയിലിന്റെ ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാം? ക്യാപിറ്റൽ G എന്ന് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് സംതിങ് വാട്ട് ദ ഗേജ് ആണ് അല്ലേ? ഗേജ് ഓഫ് റെയിൽ ആണ്. ആൻഡ് ഇന്ത്യയിൽ ഏതാ പ്രിഫർ ചെയ്യാറുള്ളത്? ബ്രോഡ് ഗേജ് ആണ്. ഇന്ത്യയിൽ പ്രിഫർ ചെയ്യുന്ന ഗേജ് ഏതാണ്? ബ്രോഡ് ഗേജ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? യെസ്, റെയിൽ എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്യാം. റെഡ് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ദിസ് ഈസ് സ്ലീപ്പർ ആണ്. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ബല്ലാസ്റ്റ്. സോ ആ കാണിച്ചിരിക്കുന്നതാണ് ബല്ലാസ്റ്റ് കുഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോർമേഷൻ ഓഫ് സബ്ഗ്രേഡ് ആണ്. ഇതാണ് നമ്മുടെ ഏത്? ക്രോസ് സെക്ഷൻ ഓഫ് എ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്ത് പറയാം നമുക്ക്? ക്രോസ് സെക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്ക് ആണ്. അല്ലെങ്കിൽ ഇതിനെ പെർമനന്റ് വേ എന്ന് പറയും. ഓർ ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ് പെർമനന്റ് വേ എന്നും പറയും. ക്ലിയർ അല്ലേ? ദിസ് ഓൾസോ ടേംഡ് ആസ് പെർമനന്റ് വേ ആണ്. ഓക്കെ, ഇതിൽ ഓരോ കമ്പോണൻസ് നമ്മൾ എടുത്തെഴുതണം. സോ എങ്ങനെയാണ് ആക്ച്വലി റഫ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ വീല് വരുന്നത് റെയിലിന്റെ മുകളാണ് അല്ലേ? റെയിലിന്റെ മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്പോർട്ട് ടു ദ സ്ലീപ്പേഴ്സ് ആണ്. സ്ലീപ്പേഴ്സിലുള്ള ലോഡ് നമ്മുടെ ബല്ലാസ്റ്റിൽ എന്താവും? സ്പ്രെഡ് ആവും. ആ ബല്ലാസ്റ്റിൽ സ്പ്രെഡ് ആയ ലോഡ് ദെൻ ഗ്രൗണ്ട് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാണ്. സോ ആദ്യം റെയിലിൽ നിന്ന് സ്ലീപ്പേഴ്സിലേക്ക്, ദെൻ ബല്ലാസ്റ്റിലേക്ക് സ്പ്രെഡ് ആയിപ്പെടും, ദെൻ നമ്മുടെ സോയിൽ സബ്ഗ്രേഡിലേക്ക് എത്തിപ്പെടുകയാണ്. ക്ലിയർ അല്ലേ? സോ ഓരോ കമ്പോണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. റെയിലിന്റെ ഹെഡ് പോർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫുഡ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ വെബ് പോർഷൻ. ക്ലിയർ അല്ലേ? ക്രോസ് സെക്ഷൻ ഓഫ് റെയിൽ ആണ്. റെയിൽസ് എന്താണ്? ആർ അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ ആണ്. made up of steel as shown in the figure. They are laid along 2 parallel lines over sleepers. Rail are joined longitudinally by fish plate or by welding ആണ്. These are placed end to end to provide continuous and level surface for the train movement ആണ്. അതാണ് റെയിൽ. ഫംഗ്ഷൻ എഴുതണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. നമ്മളെല്ലാം കൂടി അല്ലേ കുറേ ഫംഗ്ഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നിനും 3 ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോ പാർട്ടിനും 3 ഫംഗ്ഷൻ വെച്ചിട്ട് എടുത്ത് എഴുതണം. 3 എണ്ണമാണ്. ഓക്കെ, നമ്മൾ മിനിമം നമ്പർ വേണ്ടത് നമുക്ക് മാർക്ക് ഫുൾ സ്കോർ ചെയ്യണമെങ്കിൽ. നോക്കിയേ, ഫംഗ്ഷൻ ഓഫ് റെയിൽ ആണ്. ആക്ട് ആസ് ഗേർഡേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ് ടു എ ലാർജർ ഏരിയ ഫോർമേഷൻ ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബല്ലാസ്റ്റ് ആണ്. അതായത് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഐ സെക്ഷൻ ആണ് റെയിൽ. പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്മൂത്ത് ലെവൽ സർഫസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ട്രെയിൻ ആൻഡ് ഓൾസോ ലാറ്ററലി ഗൈഡ്സ് ദ വീൽ ഓഫ് ദ ട്രെയിൻ. അല്ലെ, ലാറ്ററൽ ഡയറക്ഷനിലും ആ ഒരു വെഹിക്കിളിന്റെ വീല്, ട്രെയിനിന്റെ വീൽ ഒന്ന് ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഈ പറയുന്ന റെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ആൻ എക്കണോമിക് സെക്ഷൻ കൺസിസ്റ്റന്റ് വിത്ത് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് ആൻഡ് ഡ്യൂറബിലിറ്റി. യെസ്, ദ ഹെഡ് ഓഫ് ദ റെയിൽ ഷുഡ് ഹാവ് ആഡ്വക്കേറ്റ് ഡെപ്ത് ടു അലൗ ദ വെർട്ടിക്കൽ വിയർ. നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടില്ലേ? ഇതിന്റെ നോക്കിയേ, ഫൂട്ട് എന്ന് പറയുന്നത് തിക്നെസ് കുറവാണ് അല്ലെ, ബട്ട് ഹെഡിൽ എന്തുണ്ട്? മെറ്റീരിയലിന്റെ ഡെപ്പോസിഷൻ കൂടുതലാണ്. സ്റ്റീൽ മെറ്റീരിയൽ കൂടുതൽ ഡെപ്പോസിറ്റ് ആണ് അല്ലെ. അതിന്റെ മുകളിലാണ് വീല് വരുന്നത്, ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത്. ഫ്രിക്ഷൻ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്, വിയർ ആൻഡ് ടിയർ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്, ദ ഹെഡ് ഓഫ് ദ റെയിൽ ഷുഡ് ഹാവ് ആഡിക്വേറ്റ് ഡെപ്ത് ആണ്. വെബ് ഷുഡ് ബി സഫിഷ്യന്റ്ലി തിക്ക് ടു വിസ്റ്റാൻഡ് ദ സ്ട്രെസ്സസ്. യെസ്, ദ ഫുഡ് ഷുഡ് ഹാവ് സഫിഷ്യന്റ് തിക്നെസ് ടു വിസ്റ്റാൻഡ് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആഫ്റ്റർ അലൗവിംഗ് ദ ലോസ് ഡ്യൂ ടു കൊറോഷൻ ആൻഡ് സ്റ്റേബിൾ അഗെയിൻസ്റ്റ് ഓവർടേണിംഗ് ആണ്. സോ മൊത്തത്തിൽ എന്തായിരിക്കണം? സോളിഡ് സെക്ഷൻസ് ആയിരിക്കണം. ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഈക്വൽ വിഡ്ത്ത് ആണ്. പിന്നെ സ്ലീപ്പർ കഴിഞ്ഞാൽ പിന്നെ ലോഡ് എങ്ങോട്ടാണ് പോകുന്നത്? റെയിൽ കഴിഞ്ഞാൽ ലോഡ് എങ്ങോട്ടാണ് പോകുന്നത്? സ്ലീപ്പേഴ്സിലേക്കാണ്. അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ കുറച്ചധികം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, സോ നോക്കിയേ, സ്ലീപ്പേഴ്സ് ആർ മെമ്പർ ജനറലി ലേഡ് ട്രാൻസ്പോസ് ടു ദ റെയിൽ അല്ലെ. സോ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഇതാണ് അല്ലെ, ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഇതാണ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ത്രൂ വിച്ച് റെയിൽ ഇസ് മൂവിങ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, അതായത് ഈ ഡയറക്ഷനിലല്ലേ, ട്രാൻസ്പോസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്തത്?
സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ മെമ്പേഴ്സ് ജനറലി ലേ ട്രാൻസ്ഫേഴ്സ് ടു ദ റെയിൽ ഓൺ വിച്ച് റെയിൽ ആർ സപ്പോർട്ടഡ് ആൻഡ് ഫിക്സ്ഡ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ഫ്രം ദ റെയിൽ ടു ദ ബല്ലാസ്റ്റ് ആൻഡ് ദെൻ ടു സബ്ഗ്രേഡ് ആണ്. സോ റെയിലിൽ നിന്നും ബല്ലാസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? സ്ലീപ്പറാണ്. ലോഡ് ഈസ് ട്രാൻസ്ഫർ ബൈ ദ സ്ലീപ്പേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും. സോ എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ടു ഹോൾഡ് ദ റെയിൽ അറ്റ് കറക്റ്റ് ഗേജ് കറക്റ്റ് ആക്കി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഹോൾഡ് ദ റെയിൽ ഇൻ പ്രോപ്പർ ലെവൽ ഓർ ട്രാൻസ്വേഴ്സ് ടിൽറ്റ്, ദാറ്റ് ഈസ് ലെവൽ ഇൻ ടർമോട്സ്, ക്രോസ് ഓവർ എക്സെട്ര, ആൻഡ് ഇൻ 1/20 ടിൽറ്റ് ഇൻ സ്ട്രേറ്റ് ട്രാക്സ് ടു പ്രൊവൈഡ് ഫേം ആൻഡ് ഈവൻ സപ്പോർട്ട് ടു ദ റെയിൽ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നോക്കിയേ, നമ്മളൊരു സ്ലീപ്പറിന്റെ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ സ്ലീപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, 1/20 സ്ലോപ്പ് അല്ലെ, ഇത് 1/20 സ്ലോപ്പ് ഇവിടെയും 1/20 സ്ലോപ്പ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഇതിന്റെ മുകളിൽ റെയിൽ വെക്കുമ്പോൾ അതും എന്താണ് 1/20 എന്തുണ്ട്? യെസ്, അത് സ്ലോപ്പ്ഡ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ യെസ് വീലിംഗ് അല്ലെ, കോണ്ട് വീലല്ലേ വെക്കുന്നത്? തീർച്ചയായിട്ടും. ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ നമുക്കറിയാം. യെസ്. പിന്നെ എല്ലാ പോയിന്റും വായിക്കുക. ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ഫ്രം ദ റെയിൽ ടു ദ ഇൻഡെക്സ് ഏരിയ ഓഫ് ദ ബല്ലാസ് അണ്ടർലൈങ് ഇറ്റ്, to support the rail at a proper level in a straight tracks and proper super elevation on occurs. Sleepers also add the longitudinal and lateral stability of the permanent track. Permanent track means railway track, and they also provide means to rectify the track geometry during the service life. ഇതൊക്കെയാണ് സ്ലീപ്പേഴ്സിന്റെ കുറച്ചധികം നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. 3 വെച്ച് ഓരോന്നിൽ നിങ്ങൾ എഴുതണം. അടുത്തത് ബല്ലാസ്റ്റ് ആണ് അല്ലെ. ബല്ലാസ്റ്റ് is the granular material, usually broken stone, brick, shingle, kangar, gravel or sand placed and packed below and around the sleepers to transit load. Yes, from sleepers to formation, അതായത് subgrade, and at the same time allowing the drainage of the track. It's depicted in the figure 6 ആണ്. Okay. Yes. Function എന്തൊക്കെയാണ്? It transfer from load from the sleepers to the subgrade and then distribute uniformly over a large area of the subgrade ആണ്. It holds the sleepers in position and prevent the lateral and longitudinal movement due to dynamic load and vibration of the moving train. Sleepers in a hold ചെയ്യാണ്. It provides easy means of maintaining and correct levels of 2 lines of a track. ഓക്കെ അല്ലേ? ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ? നമ്മൾ ആദ്യം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ബല്ലാസ്റ്റ് കൂട്ടിയിടണം. ആ ബല്ലാസ്റ്റിന് ടോപ്പ് സർഫസ് എന്തായിരിക്കണം? പ്രോപ്പർ ആയിരിക്കും. എന്നിട്ടാണ് സ്ലീപ്പർ വെക്കുന്നത്. സോ ബല്ലാസ്റ്റിന്റെ സർഫസ് ആണ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഗുഡ് ഡ്രെയിൻഡ് ഫൗണ്ടേഷൻ ഇമീഡിയറ്റ്ലി ബിലോ ദ സ്ലീപ്പേഴ്സ് ആൻഡ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ടോപ്പ് സർഫസ് ഓഫ് ദ ഫോർമേഷൻ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ പ്രൊവൈഡിങ് കോഴ്സ് ആൻഡ് റഫ് അഗ്രിഗേറ്റ് വിത്ത് പ്ലന്റി ഓഫ് വോയിഡ്സ്. സോ പ്രോപ്പർ വോയിഡ്സ് ആയിട്ട് അല്ലെ, അധികം പാക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ബ്രോക്കൺ സ്റ്റോൺ നമുക്ക് ടൈറ്റ്ലി പാക്ക് ചെയ്താലും നല്ലപോലെ വോയിഡ്സ് അവൈലബിൾ ആയിരിക്കും. ഡ്രെയിനേജ് ഈസ് അലൗബിൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ ആണ് ഇത്. സബ്ഗ്രേഡ്. Subgrade is naturally occurring soil which is prepared to receive the ballast. The prepared flat surface which is ready to receive the ballast along with the sleepers and rail is called formation. Formation is an important constituent of the track as it supports the entire track's structure. എന്തൊക്കെയാണ് functions? It provides smooth and uniform bed for laying to the track. It bears the load transmitted to it from the moving loads through the ballast. It facilitates drainage ആണ്. ഓക്കെ അല്ലേ? സോ 3 വെച്ചിട്ട് ഓരോന്നിൽ എഴുതുക. That will be sufficient ആണ്. That will be yes sufficient ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് പാർട്ട് എ. 17ലെ പാർട്ട് എ. 8 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനാണ്. ഡ്രോ ദ നീഡ് സ്കെച്ച് നമ്മൾ വരച്ചു. ഓരോ കോമ്പൗണ്ട് മാർക്ക് ചെയ്തു. ലിസ്റ്റ് ഔട്ട് ഈച്ച് ഫംഗ്ഷൻ ആൻഡ് റിക്വയർമെന്റ്. ഓരോന്നിലും 3 ഫംഗ്ഷൻ വെച്ചിട്ട് ഓരോന്നിന്റെ ഡെഫിനിഷൻ പറയാം, അതിന്റെ 3 ഫംഗ്ഷൻ എഴുതുക. പാർട്ട് 17ലെ പാർട്ട് ബി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെറ്റ് ഡോക്ക് ആൻഡ് ഡ്രൈ ഡോക്ക്. ബ്രീഫ്ലി ഡിസ്കസ് ടൈപ്സ് ഓഫ് ഡ്രൈ ഡോക്ക് ആണ്. ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? നമ്മൾ നമ്മുടെ നാട്ടിൽ കാർ എന്ത് ചെയ്യാണ്? പാർക്ക് ചെയ്യാണ്. ബൈക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യുക. ഷിപ്പ് എന്താ ചെയ്യുക? നമ്മൾ പാർക്കിംഗ് എന്നല്ല പറയുക, ഡോക്കിംഗ് എന്നാണ് പറയുക. സെയിം പരിപാടിയാണ്. നമ്മൾ കാർ പാർക്ക് എന്ന് പറയും, ഷിപ്പ് ഡോക്ക് എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, എന്താണ് ടൈപ്സ് ഓഫ് അത് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത് വെറ്റ് ഡോക്ക്, ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് അല്ലേ? നോക്കിയേ, നമുക്ക് കടലിൽ നടുക്കൊണ്ട് വെച്ച് പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ അപാരമായ കാറ്റും അപാരമായ വിൻഡും ആയിരിക്കും. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു സാധനം നിർത്താൻ പറ്റില്ല. സോ ഈ വേവിൻ്റെയും വിൻഡിൻ്റെ ഒക്കെ എഫക്റ്റ് ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ശാന്തമായ ഒരു എന്താണ് വാട്ടറിൻ്റെ ഒരു പ്രതലം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഒരു വാട്ടറിൻ്റെ ഒരു സെഷൻ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഹാർബർ അല്ലെങ്കിൽ ഡോക്ക് എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് ഡോക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പാർക്കിംഗ് ദ ഷിപ്പാണ്. അത് വെറ്റ് ഡോക്ക് ഉണ്ട്, അതായത് വാട്ടർ ഉള്ള പാർക്കിംഗ് സ്ഥലങ്ങളാണ്. ഡ്രൈ ഡോക്ക് എന്ന് വെച്ചാൽ വാട്ടർ ഇല്ല പക്ഷെ ഷിപ്പ് അവിടെ നിർത്തിയിടും. എന്തിനാണ്? മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അല്ലേ? അതാണ് റഫ് ഐഡിയ എന്ന് പറയുന്നത്. നോക്കിയേ, ഡോക്ക് ദിസ് ഈസ് ദ എൻക്ലോസ് ഏരിയ ഫോർ ബർത്തിങ് ഓഫ് ദ ഷിപ്പ് ആണ്.
പാർക്കിംഗ് അല്ലെങ്കിൽ ബർത്തിങ് ടു കീപ് ദം അഫ്ലോട്ട് അറ്റ് യൂണിഫോം ലെവൽ ആൻഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ കാർഗോ. അല്ലേ, വളരെ ശാന്തമായ വാട്ടർ പ്രതലമായിരിക്കും, വേവുകളില്ല, കാറ്റടിക്കുന്നില്ല. സോ നമ്മൾ ഷിപ്പ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് അനങ്ങാതെ അവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് അൺലോഡിംഗ് ഓഫ് പാസഞ്ചേഴ്സ്, കാർഗോ ഒക്കെ ചെയ്യാം. Harbor will face tides that causes changes in the water level that causes inconvenience in handling cargo ആണ്. There are two types of docks, that is wet and dry dock ആണ്. ഓക്കെ അല്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. വെറ്റ് ഡോക്ക് എന്താണോ? ഫോർ ബർത്തിങ് ഓഫ് വെസൽസ്, അതായത് ബോട്ട്, വലിയ വലിയ ഷിപ്പുകൾ, ലോഡിംഗ് അൺലോഡിംഗ് ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ്. ആൻഡ് ദ വെറ്റ് ഡോക്ക് ക്യാൻ ബി ഓഫ് വെറ്റ് ഡോക്ക് ഇൻ ടൈഡൽ ബേസിൻ ആണ്. എന്ന് വെച്ചാൽ ഹാർബർ ഫേസസ് ദ ടൈഡ്സ് ദാറ്റ് കോസസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ വാട്ടർ ലെവൽ. ഇഫ് ലോ ടൈഡ്സ് ഹാപ്പൻസ് ആൻഡ് ലെവൽ ഓഫ് വാട്ടർ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു ഗ്രൗണ്ട് ദ ഷിപ്പ്, ദേ ആർ ബർത്തഡ് ഇൻ ദീസ് ഡോക്സ്. നിങ്ങൾ നോക്കിയേ, വലിയ ഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുകളിൽ കാണുന്ന ഹൈറ്റ് എത്രയാണോ അതിലും 1.5 ഡെപ്ത് അവർക്ക് താഴോട്ടുണ്ടാവും. അതായത് നമ്മുടെ വാട്ടറിൽ ഗ്രൗണ്ട് ലെവലൊക്കെ വളരെ താഴെ ആയിരിക്കണം. നല്ല രീതിയിൽ ഡെപ്ത് ഓഫ് വാട്ടർ വേണം, ഇല്ലെങ്കിൽ അടി തട്ടി എന്താണ് ഷിപ്പിൻ്റെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. സോ അടിത്തട്ട് നല്ലപോലെ എന്താവണം, താഴെ ആയിരിക്കണം. ഇനഫ് എന്തുണ്ടാവണം, വാട്ടർ ഡെപ്ത് അവൈലബിൾ ആയിരിക്കണം. എന്നാലേ വലിയ ഷിപ്പൊക്കെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയാൽ വലിയ ഷിപ്പൊന്നും കരയ്ക്ക് അടുക്കാറില്ല, അത് അവിടെ കുറേ ഡെപ്ത് ഉള്ള സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ ചെറിയ ഷിപ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇഫ് ഇനഫ് വാട്ടർ ഡെപ്ത് ഈസ് നോട്ട് അവൈലബിൾ. ഓക്കെ അല്ലേ, അതാണ് ലോ ടൈഡ് ഹാപ്പൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻറ്റേജ് ആർ അല്ലേ, അതാണ് ഇൻ ടൈഡൽ ബേസിൻ എന്ന് വെച്ചാൽ അവിടെ നല്ല ഡെപ്ത് അവൈലബിൾ ആണ്. അഡ്വാൻറ്റേജ് ആർ ഇറ്റ് ഈസ് സ്പീഡി ആൻഡ് arrival and departure of ship are not restricted. Okay, but if tidal ranges is high, loading and unloading are affected. Fluctuation in water levels can also cause rubbing of the sides of the ship with the berth ആണ് അല്ലേ. അഥവാ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറുമായിട്ട്, അല്ലെങ്കിൽ വിൻഡ് ഒക്കെ കൂടുതലാണെങ്കിൽ, ടൈഡ്സ് കൂടുതലാണെങ്കിൽ, നമ്മുടെ ഇതിലായിട്ട് ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചർ, ഇവിടെയാണ് ഷിപ്പ് നിർത്തിയിട്ടിരിക്കുന്നെങ്കിൽ സൈഡൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. യെസ്. വെറ്റ് ഡോക്ക് ഇൻ എൻക്ലോസ്ഡ് ബേസിൻ ആണെങ്കിലോ, they are enclosed with entrance locks and maintain uniform level of water. When tides are increased, water level high tides, water level in the dock can still be kept at constant. Water high tide ആണെങ്കിലും നമ്മുടെ ഈ ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബേസിൻ ആണ്, അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈ ടൈഡ് പുറത്ത് അല്ലേ, നോക്കിയാൽ ഇതൊരു എൻക്ലോസ്ഡ് സെക്ഷൻ ആണ്, ഇതൊരു എൻക്ലോസ്ഡ് സെക്ഷൻ ആണ്, പുറത്തുള്ള യാതൊരു സംഭവം എഫക്ട് ചെയ്യപ്പെടുന്നില്ല. ഇതൊരു എൻക്ലോസ്ഡ് സെക്ഷൻ ആണ്, അതിന്റെ എൻട്രൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ എൻട്രൻസ്. സോ പുറത്തുള്ള ഒരു ഫ്ലക്ച്വേഷനും നമ്മുടെ ഇതിൻ്റെ അകത്ത് ബാധിക്കുന്നില്ല അല്ലേ. യെസ്. വെൻ ടൈഡ്സ്, ഓക്കെ നമ്മൾ വായിച്ചു. അഡ്വാൻറ്റേജ് ആർ ദാറ്റ് ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ യൂണിഫോം ലെവൽ ഓഫ് വാട്ടർ ആൻഡ് പ്രിവെന്റ് റബ്ബിംഗ് ഓഫ് ദ ഷിപ്പ്. നേരത്തെ പറഞ്ഞ പോലെ അത് ഒഴിവാക്കാൻ പറ്റും. സ്റ്റോംസ് ആൻഡ് വേവ്സ് ഇൻ ദ സീ ഡസ് നോട്ട് എഫക്ട് ദ ഡോക്ക് അല്ലേ, പറഞ്ഞു. ബട്ട് കോസ്റ്റ്ലി അറേഞ്ച്മെന്റ് ഓഫ് ലോക്സ് ആൻഡ് ഗേറ്റ്സ് ആർ റിക്വയർഡ്. കോസ്റ്റ്ലി ആണ്. ഇതാണ് വെറ്റ് ഡോക്ക്. ഡിഫറൻസ് ആണ് ആദ്യം അറിയേണ്ടത്. ദെൻ ടൈപ്പ് ഓഫ് ഡ്രൈ ഡോക്ക് ആണ്. നോക്കിയേ, ഈ ഫിഗറിന് വളരെ വ്യക്തമാണ്, നമുക്കറിയാം. ഡ്രൈ ഡോക്സ് വാട്ടർ ഉണ്ടാവില്ല, ബട്ട് ഷിപ്പ് ഡോക്ക് ചെയ്യാൻ പറ്റും, വാട്ടർ ഇല്ല. ആർ യൂസ്ഡ് ഫോർ റിപ്പയറിംഗ് വർക്ക്സ് ഓഫ് ദ വെസൽസ് ആണ്. വെസൽസ് മീൻസ് വലിയ ഷിപ്പുകൾ. ഓക്കെ, ദേ ആർ ക്ലാസിഫൈഡ് ആസ് ഗ്രേവിംഗ് ഡ്രൈ ഡോക്സ്, ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്സ്, മറൈൻ റെയിൽവേ ഡ്രൈ ഡോക്സ് ആൻഡ് ലിഫ്റ്റ് ആൻഡ് ഡ്രൈ ഡോക്സ് ആണ്. അതായത് എങ്ങനെ നമ്മൾ വാട്ടർ ഇല്ലാത്ത ഏരിയകളിലേക്ക്, അല്ലെങ്കിൽ വാട്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് ഷിപ്പ് മാത്രം റിപ്പയറിന് വേണ്ടി എത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേവിംഗ് ഓർ ഡ്രൈ ഡോക്സ് ആണ്. എന്താണ്? ലോങ് എക്സ്കവേറ്റഡ് ചാമ്പർ വിത്ത് സൈഡ് വാൾസ് ആൻഡ് സെമി സർക്കുലർ എൻഡ് ആണ്. സോ ഇതാണ് അതിൻ്റെ സൈഡ് വാൾ കാണിച്ചിരിക്കുന്നത്, ആൻഡ് സെമി സർക്കുലർ എൻഡ് നിങ്ങൾക്ക് കാണാം. ഇതാണ് സെമി സർക്കുലർ എൻഡ് ആണ്. ഓക്കെ അല്ലേ. ഇവിടെ ഒരു ഡോർ ഗേറ്റ് കണ്ടോ, ഡോക്ക് ഗേറ്റ് കണ്ടോ. ഓപ്പൺ ആൻഡ് ആസ് എ ഗേറ്റ് ആൻഡ് ആക്ട് ആസ് എ എൻട്രൻസ് ആണ്. സോ ഇതിലൂടെ ഷിപ്പ് എൻ്റർ ചെയ്യും, അപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ടാവും. ഫ്ലോർ ഈസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഹാവ് എ സൈഡ് ഡ്രെയിൻസ്. സോ ഷിപ്പ് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്താൽ നമുക്ക് വാട്ടർ ഒഴിവാക്കാം, ഷിപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ. യെസ്, ഡ്രൈ ഡോക്കിയാണ്. ഫ്ലോട്ടിംഗ് എന്താണോ, ഫ്ലോട്ടിംഗ് എന്താണ്? ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് ആണ്. It can be defined as a floating vessel that can lift up the ship out of water and return it above the water by buoyancy ആണ്. അതായത് നിങ്ങൾ നോക്കിയേ, സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. സോ ഈ പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ്, നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്ലാറ്റ്ഫോം ആണ്, വിച്ച് ഹൈഡ്രോളിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ ഷിപ്പ് ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കും. സോ ഇതെന്താണ് വരച്ചിരിക്കുന്നത്, നോക്കിയാൽ ഇത് ഷിപ്പാണ്, സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഷിപ്പ് ഇവിടെ വന്ന് നിൽക്കുന്നു, ഇവിടെ ഇപ്പം വാട്ടർ ഉണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഷിപ്പിന് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, റേസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ പ്ലാറ്റ്ഫോം ഇവിടെ എത്തി കഴിഞ്ഞാൽ ഷിപ്പ് എവിടെ എത്തി, ഷിപ്പും മുകളിലേക്ക് എത്തി. ക്ലിയർ അല്ലേ? ഈ സാർ ഓക്കെ. യെസ്, നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഹോളോ സ്ട്രക്ചർ മേഡ് ഓഫ് സ്റ്റീൽ ഓർ RCC വിത്ത് 2 walls, floor with open ends. To receive the vessel for repair, it is sunk to the required depth by filling the water in the interior chamber, that is ballasting ആണ്. Vessels is then floated into the position and berthed. The dock is raised. അതായത് ഈ പ്ലാറ്റ്ഫോം is raised with the vessel
ബൈ അൺബല്ലാസ്റ്റിംഗ് ദ ചാമ്പർ ബൈ പമ്പിങ് ഔട്ട് ദ വാട്ടർ ആണ്. ക്ലിയർ അല്ലേ? അതായത് ഫ്ലോട്ടിംഗ് ആണ്. ആ ഡോക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുകളിലേക്കും താഴേക്കും താത്താൻ പറ്റും. നെക്സ്റ്റ് നോക്കിയാൽ മറൈൻ റെയിൽവേ ഡോക്കാണ്. മറൈൻ റെയിൽവേ ഡോക്കാണ്, റെയിൽവേ ആണ്, റെയിൽവേ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയേ, സ്ലീപ്പേഴ്സ് കണ്ടോ, ഇതാണ് സ്ലീപ്പേഴ്സ്, വെരി സ്ട്രോങ് സ്ലീപ്പേഴ്സ് ആണ്. ഇതാണ് റെയിൽവേ ട്രാക്ക് പോലത്തെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇതാണ് കരയിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ഇവിടെ വാട്ടർ ആണ്, ഇവിടെ വാട്ടർ ആണ്, ഇത് കരയാണ്. ഇതാണ് നമ്മുടെ ലെറ്റ്സ് ഡോക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഷിപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ്. ഇത് ഷിപ്പാണ്, വിസിൽ ഇൻ ദ വാട്ടർ ആണ്. നമ്മൾ ഇതിനെ ഈ റെയിലൂടെ കെട്ടി വലിക്കുകയാണ്. യെസ്, വി ആർ പുള്ളിങ് ദ വെസൽ ത്രൂ ദീസ് റെയിൽവേ ട്രാക്ക്, അല്ലെങ്കിൽ ഒരു ട്രാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കുകയാണ്. സോ ഇൻക്ലൈൻഡ് റെയിൽവേ എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഷോർ ഇൻ ടു ദ വാട്ടർ ആസ് വെൽ ആസ് ദ ഫോർ ഷോർ ആണ്. റെയിൽവേ ട്രാക്സ് ടു ഡ്രോ ഔട്ട് ദ ഷിപ്പ് നീഡിങ് റിപ്പയർ ഔട്ട് ഓഫ് വർക്ക് ആണ്. ക്രാഡൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഓഫ് സ്റ്റീൽ ആൻഡ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ in an inclined track. It is mounted on a system of rollers that moves on iron tracks support on the beams and foundation ആണ്. അതിനാണ് നമ്മൾ ക്രാഡൽ എന്ന് പറയുന്നത്. ആൻഡ് ട്രാക്കിനെ കുറിച്ച് നോക്കിയേ, ഈ സ്ലോപ്പ് അറിഞ്ഞിരിക്കുക. ഹെവി റെയിൽവേ സെക്ഷൻ സെക്യൂർഡ് ടു ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ് at an inclination of 1:12 to 1:25 ആണ്. സോ ഈ പറയുന്ന ഇൻക്ലിനേഷൻ ഓഫ് ദീസ് റെയിൽവേ ട്രാക്ക് ഇറ്റ് ഈസ് എന്നാണ് 1:25 to 1:12 to 1:25 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് എന്ത്. അടുത്തത് നൗ നെക്സ്റ്റ് ഈസ് ലിഫ്റ്റ് ഡ്രൈഡ് റോക്ക് ആണ്. ലിഫ്റ്റ് ഡ്രൈഡ് റോക്ക് ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ഷിപ്പിനെ മൊത്തം എന്ത് ചെയ്യണം, ലിഫ്റ്റ് ചെയ്യാണ്. നേരത്തെ എന്തായിരുന്നു, നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ആ പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഷിപ്പ് ഈ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെ, വലിയ ഷിപ്പൊന്നും എടുക്കാൻ പറ്റില്ല, ചെറിയ വെസൽസ് ഒക്കെയാണ്. സോ ഈ വെസലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? കൺസ്ട്രക്റ്റഡ് എ പ്ലാറ്റ്ഫോം capable of being lowered into the raised and from the water done using hydraulic power through cylindrical support ആണ്. അതാണ് നാലാമത്തെ ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യെസ് വെറ്റ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെറ്റ് ആൻഡ് ഡ്രൈ ഡോക്ക് ആണ്, ടൈപ്പ് ഓഫ് ഡ്രൈ ഡോക്ക് ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ അല്ലേ? അതായിരുന്നു ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എസ് നോക്കിയേ, നെക്സ്റ്റ് എസ് 18ാമത്തെ ക്വസ്റ്റ്യനിലും എ ആൻഡ് ബി ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. 18A എന്താ പറയുന്നത്, ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഈച്ച് ടൈപ്പ് ആണ്. ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഈച്ച് ടൈപ്പ് ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. അത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 8 മാർക്കിനാണ് ബ്രേക്ക് വാട്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ടണൽ സർവേ, ഹൗ ടു ട്രാൻസ്ഫർ ദ സെൻട്രൽ ലൈൻ, ഹൗ ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഈസ് ഡൺ ഇൻ ദ ടണൽ സർവേ. സോ ആദ്യത്തെ 18ലെ എ പാർട്ട് നോക്കാം. ആദ്യം ബ്രേക്ക് വാട്ടേഴ്സ് ഡിഫൈൻ ചെയ്യണം നിങ്ങൾ. ഓക്കെ, യു ഹാവ് ടു ഡിഫൈൻ ദ ബ്രേക്ക് വാട്ടേഴ്സ്. ഓക്കെ അല്ലേ? യെസ്, നോക്കിയേ, എന്താണ് ബ്രേക്ക് വാട്ടേഴ്സ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂജ് സ്റ്റോൺസ് ആണ് അല്ലേ, വിച്ച് ക്യാൻ ബി ഇറഗുലർ ഷേപ്പ് ആവാം, റെഗുലർ ഷേപ്പ് ആവാം. വേവിന്റെ ആക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുക, സോ ദാറ്റ് നമ്മുടെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്താവരുത്, മോശമാവരുത്, അതിനെ എഫക്ട് ചെയ്യരുത്. ഓക്കെ അല്ലേ? സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ബ്രീഫ്ലി കാണാം. ഓക്കെ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഫിഗർ, അല്ലെ, ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. വെയിറ്റ്, വളരെ വലിയൊരു ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ഈ കാണിച്ചിരിക്കുന്ന ഈ റെഡ് കളറിൽ ഈ സാധനങ്ങളാണ് ബ്രേക്ക് വാട്ടേഴ്സ് ആണ് അല്ലെ. സോ ഇത്രയും പോർഷൻ നമ്മുടെ ഹാർബർ ആണ്, ഇത് നമ്മുടെ ഹാർബർ ആണ്, ഇത് നമ്മുടെ സീ ആണ്. ഓക്കെ, സീ ആണ്. സോ ഇവിടെ വല്ലാതെ എന്തുണ്ട്, വേവ് ആക്ഷൻസും വളരെ അധികം ഡിസ്റ്റർബൻസും കാറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഇത് ശാന്തമായ ഏരിയ ആണ്, ശാന്തമായ ഏരിയ ആണ്. അതിന്റെ എഫക്റ്റ് ഒന്നും ഇവിടെ അല്ല. ബിക്കോസ് ഈ പറയുന്ന ഈ ലേ ചെയ്തിരിക്കുന്ന ഈ ബ്രേക്ക് വാട്ടേഴ്സ് എന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാ വേവ്സിന്റെയും എനർജീനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർല്ലേ? നോക്കിയേ, വായിച്ചു നോക്കിയേ, ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പോയിന്റുകൾ നമ്മുടേതായ രീതിയിൽ എഴുതിയാലും മതി. പ്രൊട്ടക്റ്റീവ് ബാരിയർ കൺസ്ട്രക്റ്റഡ് ടു എൻക്ലോസ് ദ ഹാർബർ ആൻഡ് പ്രൊട്ടക്ട് ഫ്രം സ്ട്രോങ് വേവ്സ് ആണ്. അതാണ് ബ്രേക്ക് വാട്ടേഴ്സ്. ആർട്ടിഫിഷ്യൽ സ്ട്രക്ചേഴ്സ് ടു ബ്രേക്ക് ഫോഴ്സ് ഓഫ് ദ വിൻഡ് ആൻഡ് വേവ്സ്, അങ്ങനെയും പറയാം. ഫെസിലിറ്റേറ്റ് സേഫ് ആങ്കറേജ് ഫോർ ഷിപ്പ് ആൻഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കാർഗോ, പ്രൊവൈഡിംഗ് കാം വാട്ടർ ആണ്. സോ 3 രീതി പറയാം. ഓൾസോ ദേ ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ദ ഇറോഷൻ ഓഫ് ദ ഷോർ ആണ്. സോ പല ഉദ്ദേശങ്ങളും ഉണ്ട്. നമുക്ക് കാം ആയിട്ടുള്ള വാട്ടർ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് വേവിന്റെയും വിൻഡിന്റെയും ഡിസ്റ്റർബൻസ് ഒഴിവാക്കണം, അവരുടെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഏതെങ്കിലും രീതിയിലുള്ള ഷോറിന്റെ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനും ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ദിസ് ക്യാൻ ബി ഓഫ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടേഴ്സ്. വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സ്റ്റോൺസോ വലിയ വലിയ കല്ലുകൾ ഹീപ്പ് ചെയ്യുക, കൂട്ടിയിടുക. ദെൻ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടേഴ്സ്, അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. എല്ലാത്തിൻ്റെയും നീറ്റ് ആയിട്ടുള്ള സ്ക്രെച്ച് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കണം. നോക്കിയേ, ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടേഴ്സ്, പേര് തന്നെ ക്ലിയർ ആണ്. വെറുതെ കൂട്ടിയിടുക, ഹീപ്പ് ചെയ്യുക, മൗണ്ട് ചെയ്യുക. ഓക്കെ, ഹെട്രോജീനിയസ് അസംബ്ലി ഓഫ് നാച്ചുറൽ റബിൾ ആണ്. ഹെട്രോജീനിയസ് മീൻസ് ഇറഗുലർ ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ കൂട്ടിയിടുക. അൺഡ്രസ്ഡ് സ്റ്റോൺസ്, ബ്ലോക്സ് ഓഫ് ഡിഫറെന്റ് സൈസ് ആണ്.
സ്റ്റോൺസ് ആർ ഡംപ്ഡ് ടു ദ സീ വിതൗട്ട് എനി ബോണ്ടിങ് ടിൽ ദ ഹീപ്പ് എമർജസ് ഔട്ട് ഓഫ് ദ വാട്ടർ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സീൽ എന്ത് ചെയ്യുക, കല്ലുകൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക. സോ അത് അടിയിൽ നിന്ന് ഇങ്ങനെ നിറഞ്ഞു വരും അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക, യെസ് ഡെപ്പോസിറ്റ് ചെയ്യുക. സോ അത് ഡെപ്ത് നിന്ന് ഇങ്ങനെ നിറഞ്ഞു വരും until the heap emerges out of the water. Consolidated and side of slope is regulated by action of waves. നമ്മൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ കല്ല് കൂട്ടിയിട്ടാൽ മതി. വേവിന്റെ ആക്ഷൻ കാരണം ഈ പറയുന്ന സാധനങ്ങൾ എന്തായിപ്പോൾ റെഗുലർ ആയിട്ട് കൺസോളിഡേറ്റ് ആയിക്കോളും. ക്വാണ്ടിറ്റി ഓഫ് റബ്ബർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെപ്ത്, ടൈഡ്, വേവ് ഡെപ്ത് ആൻഡ് എക്സ്പോഷർ ആണ്. യെസ് എക്സ്പെൻസീവ് ആണിത്, പക്ഷേ ടെക്നിക്കലി യാതൊരു എന്തും വേണ്ട, ഐഡിയാസും വേണ്ട. വെറുതെ നമുക്ക് ആവശ്യമായ എന്താണ് ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വലിയ സ്റ്റോൺസ് നമ്മൾ എന്ത് ചെയ്യുക, വന്ന് ഡംപ് ചെയ്യുക. അതിങ്ങനെ എന്താണ് ആവശ്യത്തിനനുസരിച്ച് ഡംപ് ചെയ്ത് മുകളിൽ കാണുന്നവരെ ഡംപ് ചെയ്യുക. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കൺസോളിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് വിൻഡിന്റെ ആക്ഷൻ കാരണം, വേവിന്റെ ആക്ഷൻ കാരണം അത് വന്നോളൂ. യെസ് റെഗുലർ ആയിട്ട് ഷേപ്പ് ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക് വാട്ടേഴ്സ് അല്ലേ, ഈ ഷേപ്പിൽ നമുക്ക് എന്ത് കാണാം, ഈ ഷേപ്പിൽ നമുക്ക് ബ്രേക്ക് വാട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് ബ്രേക്ക് വാട്ടേഴ്സ് വിച്ച് ഈസ് 120 ഡിഗ്രി ആംഗിൾ ആണ്, ഇന്റർലോക്കിംഗ് ആണ് മെക്കാനിസം. അതാണ് ഫസ്റ്റ് വൺ. കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടേഴ്സ് ഓർ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചേഴ്സ് ആണ്. നോക്കിയേ, എ സോളിഡ് കൺസ്ട്രക്ഷൻ ബിറ്റ്വീൻ ദ ലോ വാട്ടർ ലെവൽ ആൻഡ് ഹൈ വാട്ടർ ലെവൽ ആണ്. മൗണ്ട് കൺസ്ട്രക്ഷൻ വിത്ത് ടോപ്പ് പാർട്ട് മെയ്ഡ് സോയിൽ. ദർ ആർ 2 ടൈപ്സ് ഓഫ് മൗണ്ട് കൺസ്ട്രക്ഷൻ ആണ് കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടേഴ്സ്. കോമ്പോസിറ്റ് ആണ് ബ്രേക്ക് വാട്ടറും ഉണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചറും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സോ നോക്കി, ഇതാണ് ഡെപ്ത് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഡെപ്ത് വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സാധാരണ രീതിയിൽ ബ്രേക്ക് വാട്ടേഴ്സ് ഫില്ല് ചെയ്യാണ്. എന്നാൽ അതിന്റെ മുകളിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാം. അത് രണ്ട് രീതിയിലുണ്ട്. മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ, അതായത് മൗണ്ട് വിത്ത് മീൻസ് നമ്മൾ ഫില്ല് ചെയ്ത സാധനം, വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടഡ് അറ്റ് ലോ വാട്ടർ ലെവൽ. അല്ലെ, സീല് നമുക്കറിയാം ലോ ടൈഡ് ഉണ്ട്, ഹൈ ടൈഡ് ഉണ്ട്. സോ ലോ വാട്ടർ ലെവൽ ഉണ്ടാവാറുണ്ട്, ഹൈ വാട്ടർ ലെവൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ട് ബിലോ ലോ വാട്ടർ ലെവൽ. സോ ഒന്നെന്താണ് ഫൗണ്ട് അറ്റ് ലോ വാട്ടർ ലെവൽ, ദെൻ സൂപ്പർ സ്ട്രക്ചർ ബിലോ ലോ വാട്ടർ ലെവൽ ആണ്. ക്ലിയർ അല്ലേ? സോ ഈ കാണിച്ചിരിക്കുന്ന ലെവൽ ഇപ്പോൾ ഏതാണ്, ഹൈ സീ ലെവലാണ്. അതിന് താഴെയാണ് കാണുന്നത് നമ്മുടെ ഫൗണ്ടഡ് അറ്റ് സ്ട്രക്ചർ ആണ്. സോ ഇതെന്താണ് നമ്മുടെ ലോ വാട്ടർ ലെവലാണ്. ലോ വാട്ടർ ലെവൽ അതിലെന്താണ് നമുക്ക് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ വളരെ റഫായിട്ട് ആ ഫിഗർ ഒന്ന് വരയ്ക്കുക. ദെൻ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ അറ്റ് ലോ വാട്ടർ ലെവൽ. നോക്കിയേ, അറ്റ് ലോ വാട്ടർ ലെവൽ, ദിസ് ഈസ് ബിലോ ലോ വാട്ടർ ലെവലാണ്, അറ്റ് ലോ വാട്ടർ ലെവൽ. സോ ഈ ഫിഗറിൽ എ സോളിഡ് സൂപ്പർ സ്ട്രക്ചർ പ്രൊട്ടക്റ്റഡ് ബൈ ക്വേ ഓർ സോളിഡ് പ്ലാറ്റ്ഫോം പ്രൊട്ടക്റ്റഡ് ബൈ പാരപ്പറ്റ് ഓൺ ദ സീ ഫേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ റബ്ബിൾ മൗണ്ട് ആണ്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പ്ലാറ്റ്ഫോം ഫോർ ഹാൻഡിലിംഗ് കാർഗോ, നമുക്ക് പ്രോപ്പർ കാർഗോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ട് ദ ടോപ്പ് ഓഫ് ദ മൗണ്ട് ആൻഡ് റെഡ്യൂസ് ദ റിക്വയർമെന്റ് ഓഫ് ദ റബ്ബിൾ ആണ്. സോ ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇറഗുലർ ആയിട്ട് നമ്മുടെ സാധനങ്ങൾ ഫില്ല് ചെയ്യാണ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നോക്കിയാൽ ഈ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്? യെസ്, ദിസ് സ്ട്രക്ചർ ഈസ് പ്രോപ്പർലി ഫിനിഷ്ഡ് ആണ്. ഓക്കെ അല്ലേ? പ്രോപ്പർലി ഫിനിഷ്ഡ് ആണ്. ഇതാണ് ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഈ ലോ വാട്ടർ ലെവലിന് അറ്റ് ലോ വാട്ടർ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ടെക്സ്റ്റുകളിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിഗർ അവൈലബിൾ ആണ്. ഈ ഫിഗർ തന്നെ വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? യെസ്, ഫിഗർ വരയ്ക്കണേ. ദെൻ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ബിലോ ലോ വാട്ടർ ലെവലാണ്. ബിലോ ലോ വാട്ടർ ലെവൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രക്ചർ ഉണ്ട്. നോക്കിയേ, ഇപ്പൊ ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ലോ വാട്ടർ ലെവൽ എന്ന് പറയാൻ ഇത് ഇവിടെയാണ്. നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഇതിന് മുകളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്കാണ്. ഇപ്പൊ അങ്ങനെയല്ല, എന്തുണ്ട്, കുറച്ചുകൂടി ഡെപ്തിലേക്ക് എന്തുണ്ട്, സ്ട്രക്ചർ ഫുള്ളി ബിലോ ദ ലോ വാട്ടർ ലെവൽ അവൈലബിൾ ആണ്. വായിച്ചു നോക്കിയേ, സൂപ്പർ സ്ട്രക്ചർ പ്ലേസ്ഡ് വെൽ ബിലോ ദ ലെവൽ ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് വേവ്സ്, എക്കണോമിക്കൽ ഇൻ ഡീപ് വാട്ടർ. ഓക്കെ അല്ലേ? ഇൻ ഡീപ് വാട്ടർ ആണ്. സോ നമുക്ക് എന്തില്ല, റാൻഡം റബിൾ എന്തില്ല, സ്റ്റോൺസ് എന്തില്ല, കുറവാണ്. സോ ലോ വാട്ടർ ലെവലിന് താഴേക്ക് നമ്മളെ സ്ട്രക്ചർ എക്സ്റ്റൻഡ് ആണ്. ഓക്കെ അല്ലേ? സോ ഒരു നിങ്ങൾ ലോ വാട്ടർ ലെവൽ കാണിക്കുക, അതിന് താഴേക്ക് നിങ്ങളുടെ പ്രോപ്പർലി മേസൺറി സ്ട്രക്ചർ കാണിക്കുക. ലോ വാട്ടർ ലെവൽ കാണിക്കുക, അതിന് താഴേക്ക് എന്ത് ചെയ്യുക, മേസൺറി സ്ട്രക്ചർ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. മറ്റേത് ലോ വാട്ടർ ലെവലിൻ്റെ ഇതാണ് LW ലോ വാട്ടർ ലെവൽ എങ്കിൽ അതിന് മുകളിലേക്ക് മാത്രമേ, അല്ലെങ്കിൽ ലോ വാട്ടർ ലെവലാണ് നമ്മൾ എന്തുള്ളത്, നമ്മുടെ മേസൺറി സ്ട്രക്ചർ ഉള്ളത്. അതിന് താഴേക്ക് എന്താണ്, റാൻഡം റബിൾ മേസൺറി ആണ്. ഓക്കെ അല്ലേ? മേസൺറി അല്ല, റാൻഡം റബിൾസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ എന്താണ്, എക്സ്റ്റീരിയർ പോർഷൻ നമുക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ് കല്ല്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അപ്പറൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ ആണ്. അപ്പറൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ ആണ്. ഇവിടെ ഒന്നും നോക്കാനില്ല, ഇവിടെ നമ്മൾ ഫുൾ ഡെപ്തിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു സ്ട്രക്ചർ അങ്ങ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് റാൻഡം ആയിട്ടുള്ള റബിൾസിന്റെ ഫില്ലിംഗ് ഒന്നുമില്ല. നോക്കിയേ, ഫുൾ ഡെപ്തിൽ താഴെ മുതൽ മുകളിൽ വരെ നമ്മൾ പ്രോപ്പറായിട്ട് നല്ലപോലെ കാശ് മുടക്കി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രക്ചർ അങ്ങ് ഉണ്ടാക്കുകയാണ്. അതാണ് അപ്പറൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടർ എന്താണ്, ഇപ്പം ഒരു വാൾ ആണ്, ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. എ വെർട്ടിക്കൽ റെഗുലർ വാൾ ഈസ് റേസ്ഡ് ടു കൺസ്ട്രക്ട് harbor basin on solid, natural or artificial foundation to resist the force of waves. Can be constructed with a small size unit or large size unit.
റിഫ്ലക്ട് ദ വേവ്സ് എനർജി, പ്രൊട്ടക്ട് ഫ്രം സിൽട്ടിംഗ് ആണ് അതിൻ്റെ ഉദ്ദേശം. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ് ബിക്കോസ് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലർ സ്ട്രക്ചർ ആണ് ഉണ്ടാക്കുന്നത്. കോസ്റ്റ്ലി മെത്തേഡ് ആണ്, കാരണം നമ്മൾ താഴെ മുതലേ എന്ത് ചെയ്യാണ്, ഒരു അടിപൊളി സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ അല്ലേ, താഴെ മുതലേ നമ്മൾ പ്രോപ്പർ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ക്ലിയർ അല്ലേ? സോ അതാണ് പാർട്ട് എ. ഏതൊക്കെയാണ് ബ്രേക്ക് വാട്ടേഴ്സ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 8 ലോ വാട്ടർ ലെവൽ ഉണ്ട്, ബിലോ ലോ വാട്ടർ ലെവൽ ഉണ്ട്, ആൻഡ് അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു, അടുത്ത പാർട്ട് ബി ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക് ആദ്യം. യെസ്, നോക്കിയേ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ടണൽ സർവേ ആണ് ഒന്ന്. ഓൾസോ ഹൗ ടു ട്രാൻസ്ഫർ ദ സെൻട്രൽ ലൈൻ, ഹൗ ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഇസ് ഡൺ ഇൻ ദ ടണൽ സർവേ ആണ്. സോ ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, സോ തിയറി നിങ്ങൾ ആ പോർഷൻ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് എഴുതാൻ പറ്റുള്ളൂ. നോക്കിയേ, ടണൽ സർവേയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പോയിന്റുകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വി ഹാവ് ടു നോ ദ ടണൽ അലൈൻമെന്റ് ആൻഡ് ദ ഗ്രേഡ് ഇൻ ദ ടണൽ ആണ്. ടണൽ സർവേയുടെ ഉദ്ദേശം എന്താണ്? ഓക്കെ അല്ലേ, ടണൽ അലൈൻമെന്റ് മീൻസ് ടണൽ ഇതിലൂടെ പോകണം എന്നുള്ളതാണ്, വിച്ച് ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രാഫി, എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ്, അലൈൻമെന്റ് കൺസ്ട്രെയിൻസ്, അല്ലെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, ആൻഡ് പോയിന്റ് ഓഫ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ്. ഇതൊക്കെയാണ് അലൈൻമെന്റ് ഓഫ് ദ ടണൽ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ആ അലൈൻമെന്റ് ഓഫ് ദ ടണൽ ഡിസൈഡ് ചെയ്യുന്നത് ടണൽ സർവേ ചെയ്തിട്ടാണ്. നോക്കിയേ, സ്ട്രേറ്റ് അലൈൻമെന്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ. തീർച്ചയായിട്ടും അല്ലെ, ഒന്നാമത് ടണലാണ്, അത് കുഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി വളവൊക്കെ ഉണ്ടെങ്കിലോ, അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ലൈനിങ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ സ്ട്രേറ്റ് ടണൽ. ആൻഡ് ഗ്രേഡ് ഓഫ് ദ ടണൽ ആണ്, അല്ലെ, നമുക്ക് പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടാവണം. ഗ്രേഡിയന്റ് ഇൻ ടണൽ ഈസ് പ്രൊവൈഡ് ലെസർ ദാൻ ദ സർഫസ് ഗ്രേഡിയന്റ് ആണ്. നിയർലി ഓർ 0.2% ഗ്രേഡ് ഈസ് പ്രൊവൈഡ് ഇൻ ദ ടു ഡ്രെയിൻ വാട്ടർ ആണ്. ഡ്രെയിനേജ് ഓഫ് വാട്ടർ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഗ്രേഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയേ, ടണൽ സർവേയിങ്ങിൽ മെയിൻലി 4 സ്റ്റെപ്പുകളാണ്. അതിനു മുമ്പ് അണ്ടർഗ്രൗണ്ട് സർവേയിങ് ഫോർ ടണൽ കൺസ്ട്രക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആർ carried out the analyze the strata and other geotechnical parameters, അല്ലെ, ഡെപ്പോസിഷൻ ഓഫ് ദ സോയിൽ എന്താണെന്ന് അറിയണം, റോക്ക് എന്താണെന്ന് അറിയണം. സെൻട്രൽ ലൈൻ ഓഫ് ദ ടണൽ ഈസ് അലൈൻഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ടു ദ അണ്ടർഗ്രൗണ്ട്. ആദ്യം ഗ്രൗണ്ടിലാണ് സെൻട്രൽ ലൈൻ ചെയ്യുക, എന്നിട്ട് ആ ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന സെൻട്രൽ ലൈൻ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതും ടണൽ സർവേയിങ്ങിന്റെ ഭാഗമാണ്. ലെവലിംഗ് ഈസ് ദെൻ ഡൺ ഓൺ സർഫസ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ ടണലാണ്. ഈ സർവേയിങ് നടന്നത് 4 സ്റ്റെപ്പിലാണ്. ഒന്ന് എന്തൊക്കെയാണ്, സെറ്റിംഗ് ഔട്ട് ദ ടണൽ ഓൺ ദ ഗ്രൗണ്ട് സർഫസ്. ആദ്യം ഗ്രൗണ്ട് സർഫസിലാണ് നമ്മൾ ടണലിനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫറിംഗ് ഓഫ് ദി സെൻട്രൽ ലൈൻ ഫ്രം ദ സർഫസ് ടു ദ അണ്ടർഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് പിന്നെ ചെയ്യും, ദെൻ ലെവലിംഗ് ആണ്. ഇതാണ് 4 സ്റ്റെപ്പ്. ഈ 4 സ്റ്റെപ്പ് തീർച്ചയായിട്ടും നിങ്ങളെ ടണൽ സർവേയിങ് നിങ്ങൾ എന്ന് പറയുന്ന ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ ഈ 4 പോയിന്റുകൾ ഉണ്ടാവണം. മാർക്ക് ഉണ്ട് ഇതിന്, ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് വേണമെങ്കിൽ തരാം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കിയേ, സെറ്റിംഗ് ഔട്ട് ടണൽ ഓൺ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, ഗ്രൗണ്ടിൽ ആദ്യം നമ്മൾ ടണൽ സെറ്റ് ചെയ്യണം. നോക്കിയേ, ഈ ഫിഗർ ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ ആണ്. യെസ്, റൺ ആൻ ഓപ്പൺ ട്രാവേഴ്സ് ബിറ്റ്വീൻ 2 ends ഓഫ് ദ പ്രൊപ്പോസ്ഡ് ടണൽ വിത്ത് തിയോഡലൈറ്റ് ഫോർ ആംഗുലർ മെഷർമെന്റ് ആൻഡ് ലേസർ പോൾ യൂണിറ്റ് ടു ഡിഫൈൻ ദ വിസിബിൾ വെർട്ടിക്കൽ പ്ലെയിൻ അപ് ടു എ ലാർജ് ഹൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ടണലിന്റെ എൻഡ് പോയിന്റ് ആണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ് ഇത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് ടണൽ പോകുന്നത്. അതിന്റെ എൻഡ് പോയിന്റ് ബി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എൻഡ് പോയിന്റ് എ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടണലിന്റെ. ഓക്കെ അല്ലേ? സോ എ ബി ആണ് എൻഡ് പോയിന്റ്. നമ്മൾ എയിലും ബിയിലും തിയോഡലൈറ്റ് വെക്കുന്നുണ്ട്. എയിൽ തിയോഡലൈറ്റ് വെച്ചിട്ടുണ്ട്, ബിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിയോഡലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആണ്, എ ആൻഡ് ബി. ഓക്കെ, ഇവിടെ ഒരു തിയോഡലൈറ്റ് ഇതാ, ഇവിടെ ഒരു തിയോഡലൈറ്റ് ഇതാ, എയിലും ബിയിലും. ദിസ് ഈസ് പോയിന്റ് ബി, ദിസ് ഈസ് പോയിന്റ് എ. ഓക്കെ അല്ലേ? സോ റഫായിട്ട് ഫിഗർ വരയ്ക്കാൻ പറ്റും നിങ്ങൾക്ക്. എ ആൻഡ് ബി വരയ്ക്കുക, അതിന്റെ ഇടയ്ക്ക് ഒരു പൊസിഷൻ കാണിക്കുക, എന്നിട്ട് എയിൽ തിയോഡലൈറ്റ് വെച്ചിട്ടുണ്ട്, ബിയിൽ തിയോഡലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓൾസോ ബിയിൽ തിയോഡലൈറ്റിൽ നമ്മളൊരു ലേസർ പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ട്. സോ ഈ ലേസർ ഒരു ലൈൻ നമുക്ക് വിസിബിൾ ആണ്, ലേസർ ലൈൻ നമുക്ക് വിസിബിൾ ആണ്. നമ്മൾ എൻ എന്ത് ചെയ്യാണ്, വി ആർ സൈറ്റിംഗ് ടു ദീസ് ലേസർ ലൈൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ അവൈലബിൾ ആകും. ഓക്കെ അല്ലേ? ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഇസ് സി. സോ എ സി എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് സെറ്റ് ചെയ്തു, നമ്മൾ ടണലിനെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ടണലിനെ ഗ്രൗണ്ട് ലെവലിൽ സെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഈ എ സി എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം താഴോട്ട്, അതായത് എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് നമുക്ക് മാറ്റണം. ക്ലിയർ അല്ലേ? സോ എന്താ ചെയ്തത്, എയിലും ബിയിലും നമ്മൾ എൻഡ് പോയിന്റ് ആണ് എ എൻ ബി, ടണലിന്റെ എൻഡ് പോയിന്റ് ആണ് എ എൻ ബി. എയിലും ബിയിലും നമ്മൾ തിയോഡലൈറ്റ് വെച്ചു, ബിയിൽ നമ്മൾ തിയോഡലൈറ്റിന് പുറമെ ഒരു ലേസർ യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ വിസിബിൾ, ഈ പറയുന്ന വെർട്ടിക്കൽ ലൈൻ ലേസർ ലൈൻ ആണ്. എന്നിട്ട് നമ്മൾ എ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലേസർ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് നമ്മൾ സൈറ്റ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ട്രാൻസ്ഫർ ഓഫ് ദ സെൻട്രൽ ലൈൻ ഫ്രം ദ സർഫസ് ടു ദ ഗ്രൗണ്ട് ആണ്. സോ ഈ കിട്ടിയിരിക്കുന്ന ലൈൻ എന്താണ്, ഓൺ ദ സർഫസ് ആണ്. ഇതിനെ നമുക്ക് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ലൈനിൽ വി ആർ സെറ്റിംഗ് എ പെർപെൻഡിക്കുലർ ആണ്, ഒരു റെക്ടാങ്കുലർ സെറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, എ റെക്ടാങ്കുലർ ഹൊറിസോണ്ടൽ ടിമ്പർ ഫ്രെയിം ഈസ് സെറ്റ്
at the proposed shaft location along the traverse line AB ആണ്. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, AB എന്ന് പറയുന്ന ട്രാവേഴ്സ് ലൈൻ നമുക്ക് കിട്ടിയില്ലേ? AB എന്ന് പറയുന്ന ട്രാവേഴ്സ് ലൈൻ നമുക്ക് കിട്ടിയില്ലേ? അതിൻ്റെ മുകളിൽ നമ്മൾ റെക്ടാങ്കുലർ ഫ്രെയിം സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റുകൾ, ഈ റെക്ടാങ്കുലർ ഫ്രെയിമും AB ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ പോയിന്റുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ താഴോട്ട് ആദ്യം എന്ത് ചെയ്യും, ഗ്രൗണ്ട് സർഫസ് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. നോക്കിയേ, എന്താണ് ഷാഫ്റ്റ് ഉദ്ദേശിച്ചത്? ഈ ഫിഗർ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നമ്മൾ ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ ലെറ്റ്സ് സേ ഇതാണ് ഒരു പോയിന്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് ആ പോയിന്റിന് താഴേക്ക് നമ്മൾ ഷാഫ്റ്റ് കണ്ടില്ലേ, ആൾക്കാർക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെറിയ ഡ്രില്ലിംഗ് നമ്മൾ എന്ത് ചെയ്യും നടത്തും. അതേപോലെ തന്നെ ആ അടുത്ത ഷാഫ്റ്റ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഷാഫ്റ്റ് നമ്പർ 1 ആണ്, ഇത് ഷാഫ്റ്റ് നമ്പർ 2 ആണ്. അറ്റ് ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. സോ ഇവിടെയുള്ള നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരും നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ഫർദർ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു പോയിന്റ്, ലെറ്റ്സ് സേ ദിസ് ഈസ് ഷാഫ്റ്റ് B ആണ്, ആൻഡ് ദിസ് ഈസ് ഷാഫ്റ്റ് എന്താണ്, P ആണിത്, ഇത് ഷാഫ്റ്റ് Q ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. എന്താണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്? X and Y ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇത് X and Y ആണ്. വെയിറ്റ്, ദിസ് ഈസ് X ആണ്, ഇത് Y ആണ്. ഓക്കെ അല്ലേ? സോ എക്സും വൈയും ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, സെൻട്രൽ ലൈൻ ഓഫ് ദ ടണൽ കിട്ടും. ക്ലിയർ അല്ലേ? സെൻട്രൽ ലൈൻ ഓഫ് ദ ടണൽ കിട്ടും. എക്സ് പോയിന്റും വൈ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ ലൈൻ ഓഫ് ദ ടണൽ നമ്മൾ ഗ്രൗണ്ട് സർഫസ് ടണലിലേക്ക് എത്തിച്ചു. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ഈ പ്ലംബോ നമ്മൾ ഡ്രോപ്പ് ചെയ്യും അല്ലെ? ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലെ പോയിന്റ്. ഈ പ്ലംബോ ഒക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. സോ എന്ത് ചെയ്യണം, വൺ ഓഫ് ദ ടു പാരലൽ സൈഡ് ഓഫ് ദിസ് ഫ്രെയിം അയൺ പ്ലേറ്റ് ഈസ് സ്ക്രൂഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ഹോൾസ് ആർ ഡ്രിൽഡ് ഓൺ ദീസ് പ്ലേറ്റ്സ് along the traverse line AB, say at X and Y on the line AB. Through points X and Y, heavy plumb bobs are suspended to define vertical lines with respect to which shaft is excavated and shaft is a vertical tunnel ആണ്. അതായത് ഈ വരാൻ പോകുന്ന ഇതെങ്ങനെ ടണൽ, ഇതിന് വെർട്ടിക്കൽ ആയിട്ട് കോച്ചിക്കുന്ന ഈ ടണലാണ്. സോ ദാറ്റ് വി ക്യാൻ ഷിഫ്റ്റ് അല്ലെ, ഇവിടുന്ന് പോയിന്റുകളെ നമുക്ക് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അതാണ് ഉദ്ദേശം. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ എങ്ങനെയാണോ ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്കണം. ദെൻ നമുക്ക് X and Y കിട്ടിയില്ലേ? X and Y കിട്ടി. നോക്കിയേ, ശരിക്കും 2 പോയിന്റ് വെച്ച് ഒരു സ്ട്രേറ്റ് ലൈൻ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്കൊരു അഡീഷണൽ പോയിന്റ് കൂടി വേണം. ലെറ്റ്സ് സേ Q എന്ന് പറയുന്ന പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ സെറ്റ് ആവുന്ന കിട്ടും അല്ലെ? 2 പോയിന്റുകൾ വെച്ച് നിങ്ങൾക്ക് ഒരു ലൈൻ സെറ്റ് ചെയ്യാം, ശരിയാണ്. പക്ഷെ അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മൂന്നാമത്തെ പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ X ഉം Y നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. Q എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഈ പറയുന്ന Q എന്ന് പറയുന്ന പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വീസ് ബാക്ക് ട്രയാങ്കിൾ. അത് മെൻഷൻ ചെയ്താലും മതി. നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അതിന്റെ സ്റ്റെപ്പുകളെല്ലാം അല്ലെ, അഡീഷണൽ Q പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വീസ് ബാക്ക് ട്രയാങ്കിൾ. സോ ഈ ഒരു വീസ് ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഡയലോഗും കൂടി നിങ്ങളെ എന്ത് ചെയ്യണം, നിങ്ങളെ തിയറിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം നിങ്ങൾ. ഓക്കെ, ആ മെത്തേഡ്സ്, ഈ മെത്തേഡ്സ് അതേ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? ഹൗ വി ആർ ട്രാൻസ്ഫറിങ് ക്വസ്റ്റ്യൻ വാസ് ഹൗ വി ആർ ട്രാൻസ്ഫറിങ് ദ സെൻട്രൽ ലൈൻ ഓഫ് എ ടണൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീസ് ബാക്ക് ട്രയാങ്കിളും കൂടി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ തിയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4 ട്രാൻസ്പോർട്ടേഷനിലെ യൂണിവേഴ്സിറ്റി എക്സാമിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എഴുതുന്ന പോയിന്റുകൾ പോയിന്റ് ആക്കി എഴുതണം, വലിച്ചു വാരി പാരഗ്രാഫ് ആക്കി എഴുതരുത്. ABCD എന്ന് പറയുന്ന സ്റ്റെപ്പാക്കി എഴുതണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. മൊഡ്യൂൾ 5 ആണ് ഓഫ് ദിസ് സ്കീം. KTU 2019 സ്കീമിലെ മൊഡ്യൂൾ 5 കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ സെഷനിലേക്ക് നമ്മൾ വരുന്നത് വരെ താങ്ക് യു.